യു.ഡി.എഫിൽ കോട്ടയം സീറ്റിൽ ഉറച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതെന്ന് പി.ജെ. ജോസഫ്. യു.ഡി.എഫ് ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ലെന്നും കേരള കോൺഗ്രസ് നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും കൺവീനർ എം എം ഹസൻ പറഞ്ഞു. ചർച്ച തുടരുമെന്ന് പി.ജെ. ജോസഫും പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇല്ല, തർക്കമൊന്നുമില്ല. ചർച്ച തുടരും. പ്രാഥമിക ചർച്ചകൾ ഇന്ന് നടത്തി. അല്ല, അതൊന്നും ചോദിച്ചാൽ നമുക്ക് അവിടെ നടന്ന ചർച്ച പറയാൻ പറ്റുമോ? പ്രാഥമികമായ ചർച്ചകൾ നടത്തി. അല്ല, അത് തീർച്ചയായിട്ടും. പിന്നെ അതിനല്ലേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. അവരുടെ ഒരു സീറ്റ് അവരാവശ്യപ്പെടാതിരിക്കില്ലല്ലോ. അത് പ്രാഥമിക ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുരാഗ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. അനുരാഗ, നേരത്തെ തന്നെ കോട്ടയം സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇപ്പോൾ ഈ പ്രാഥമിക ചർച്ചകളിൽ തന്നെ ഈ കടുംപിടുത്തവും അവകാശവാദങ്ങളും ഒക്കെ യു.ഡി.എഫിന് വെല്ലുവിളിയാകാൻ പോകുന്നു സീറ്റ് വിഭജനം എന്ന സൂചനകളാണോ തരുന്നത്? തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ ഈ ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചിരുന്നത്. ആദ്യമായി ജോസഫ് വിഭാഗവുമായാണ് ഈ ചർച്ച നടത്തിയത്. എന്തായാലും ഇപ്പോൾ പി.ജെ. ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ കോട്ടയം സീറ്റിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. യു.ഡി.എഫിന് ഉഭയകക്ഷി ചർച്ചയിലും ഇക്കാര്യം തന്നെയാണ് പ്രധാനമായും ചർച്ചയായത്. തീരുമാനമായില്ല എന്നുള്ള കാര്യമാണ് കൺവീനർ എം എം ഹസനും അതുപോലെ തന്നെ പി.ജെ. ജോസഫും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കേരള കോൺഗ്രസ് നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് പി.ജെ. ജോസഫ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സീറ്റ് തങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഇന്ന് നടന്നത് പ്രാഥമിക ചർച്ച മാത്രമാണ് എന്നുള്ളതാണ് എം എം ഹസൻ പറയുന്നത്. സീറ്റിന്റെ കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് അവരുടെ നിലപാട്. അനുരാഗ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.